السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ബുക്ക് പ്രസ് സംഘടിപ്പിക്കുന്ന ആൻമേരി ഷിമ്മലിന്റെ ആൻഡ് മുഹമ്മദ് ഹിസ് മെസ്സഞ്ചർ എന്ന പുസ്തകത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ആദ്യമായി ഇങ്ങനെ ഒരു സെഷനിൽ അവസരം തന്നതിന് ബുക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ റബീഉൽ അവ്വലിൽ പ്രവാചക ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന നാളുകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട മനോഹരമായ ഒരു പുസ്തകം തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. ഇന്നലെ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. അതിൽ ഷെമീൻക്ക് വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ധാരണ നൽകുകയുണ്ടായി. അത് തന്നെയാണ് ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്കും കൃത്യമായി മനസ്സിലായത്. ഒരു അക്കാദമിക് ലോകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ തലത്തിൽ എങ്ങനെ പ്രവാചകനെ നോക്കിക്കാണുന്നു എന്ന് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഒരു വിശ്വാസിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവാചകനെ വായിക്കുകയാണ്, നോക്കിക്കാണുകയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. രണ്ടാമത്തെ അധ്യായം മുഹമ്മദ് നബി എന്ന മനോഹര മാതൃക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ രൂപപ്പെടുന്നതും എങ്ങനെയാണ് പ്രവാചകത്വത്തിലേക്ക് എത്തുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അക്കാലഘട്ടത്തിലെ പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ അധ്യായത്തിൽ മുഹമ്മദ് നബി എങ്ങനെ ഉസ്വത്തുൻ ഹസനയായി മാറുന്നു എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ തുടക്കത്തിൽ കൊടുത്തൊരായത്ത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 41-ാമത്തെ വചനം കൊണ്ടാണ് അവർ ഈ അധ്യായം തുടങ്ങുന്നത്. ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ ഇന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ. അതായത് ഞാൻ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കാൻ, ഞാൻ എന്താണ്, ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെ പോലെയുള്ള. പക്ഷെ വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് വഹി എന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അള്ളാഹു അവന്റെ സന്ദേശങ്ങൾ കൈമാറാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി എന്നെ മാറ്റി എന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൽ അന്നത്തെ സവിശേഷമായ സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൂടെ ഈ ആയത്ത് തുടക്കത്തിൽ കൊണ്ടുവന്നതിലൂടെ ഇവര് ഈ അധ്യായത്തിന്റെ രീതി എങ്ങനെയായിരിക്കുമെന്ന് കൂടി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതിലൊന്നാമത്തേത്, പ്രവാചകൻ എന്ന് പറയുന്നത് ആകാശത്തിൽ ലോകത്ത് നിറക്കപ്പെട്ട ഒരു മലക്കോ അല്ലെങ്കിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമോ അല്ല എന്നും മനുഷ്യരോടൊപ്പം മനുഷ്യരിൽ നിന്നും തന്നെയുള്ള ഒരാളാണ് എന്നുള്ളത് സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന തലത്തിൽ നിന്ന് മാറി ദിവ്യത്വം നൽകി ആരാധിക്കുന്ന തലത്തിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും പാഠവും നൽകുക എന്ന് കാണാൻ കഴിയും. അതായത് പ്രവാചകനെ ഒരു റോൾ മോഡലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് വേർഷിപ്പ് എന്ന തലത്തിൽ ആരാധന കഥാപാത്രമായി കേന്ദ്രമായി പ്രവാചകനെ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല, ഖുർആൻ അവതരിപ്പിക്കുന്നില്ല, കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. പ്രവാചകൻ പോലും അത് കൃത്യമായി പറയുന്ന എന്താണ്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ മനുഷ്യനിൽ നിന്നും ദൈവത്തിന്റെ സന്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഞാനെന്ന്, അതായത് അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള ഉബൂദിയത്തിനെ കൃത്യമായി പ്രവാചകൻ എന്താണ് പ്രഘോഷണം ചെയ്യുന്നു എന്ന് കാണാൻ കഴിയും. മറ്റൊന്ന് ഉസ്വത്തുൻ ഹസനയാണ് ഈ ആയത്തിലൂടെ തരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്. അതായത് മനുഷ്യ സഹജമായ വിശപ്പും ദാഹവും ദുഃഖവും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇത്തരം സന്ദർഭങ്ങളെ, ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളെ എങ്ങനെ മറികടക്കുന്നു എന്നും എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ട ജീവിതചര്യകൾ എന്താണെന്നും പ്രവാചകനിലൂടെ എന്താക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഇതിന്റെ ഉദാത്തമായ മാതൃക സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആയത്തിന്റെ വേറൊരു തലം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക, ആ കാലഘട്ടത്തിൽ പ്രബലമായ ഒരു മതം ക്രിസ്ത്യൻ വിശ്വാസമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ക്രിസ്തുവിനെ ദൈവത്തോട് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ മനുഷ്യാവതാരമായി കാണുകയും പിന്നീട് അവരെ ദൈവമായി ആരാധിക്കുന്ന തലത്തിലേക്ക് മാറ്റുകയുമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ
പ്രവാചകൻ ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് മാറുന്നില്ല. അതായത് ദൈവത്തിന്റെ അവതാരമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള വ്യക്തിത്വമല്ല എന്ന് കൃത്യമായി ഖുർആൻ അടിവരയിടുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ആൻമേരി ഷിമ്മൽ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്. യേശുവിനെ പിന്തുടരുന്ന ആളുകളെ ക്രിസ്തീയർ എന്ന് വിളിക്കുമ്പോൾ മുഹമ്മദ് നബിയെ പിന്തുടർന്നവരെ മുഹമ്മദീയർ എന്ന് വിളിക്കുന്നതിനെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിൽ ഒട്ടും സ്വീകരിച്ചിരുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ക്രിസ്തുവിനെ ദിവ്യത്വം നൽകി ദൈവമായി കണ്ടിട്ടാണ് അവരെന്താകുന്നത് ക്രൈസ്തവർ എന്ന പേര് സ്വീകരിച്ചെങ്കിൽ ഇവിടെ മുഹമ്മദ് നബിയെ പിന്തുടരുന്ന ആളുകൾ മുഹമ്മദിനെ ദൈവമായി കാണുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കൈമാറുന്ന അവന്റെ ദൂതനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മുഹമ്മദിയർ എന്ന് വിളിക്കുന്നതിനെ എതിർക്കുന്നതായി അൻമേരി ഷിമ്മൽ തുടക്കഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യർക്കിടയിൽ അവതരിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ അള്ളാഹു അവന്റെ സന്ദേശങ്ങൾ കൈമാറാനുള്ള ഉപാധിയായി മാധ്യമമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് പല ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചകൻ തന്നെ പല ഹദീസുകളിലെയും ഇവിടെയും ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെ മറ്റൊന്ന്, പ്രവാചകന്റെ വചനങ്ങളെയാണ് അൻമേരി ഷിമ്മൽ രണ്ടാമതായിട്ട് ഈ ഒരു തലത്തിൽ കൊണ്ടുവരുന്നത്. പ്രവാചകൻ മാതൃകയാവുന്നത് എങ്ങനെയാന്നുള്ളത്. ആദ്യ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള കാര്യം സ്ഥാപിക്കുന്നു തുടക്കത്തിൽ. അപ്പോ അൽ മുസ്തഫ, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം, ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വത്തെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി ആളുകൾക്ക് പിന്തുടരാൻ പറ്റുന്ന ഗുണങ്ങൾ, നന്മകൾ മുന്നോട്ട് വെക്കുന്ന വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഹദീസുകളുടെ സമാഹാരത്തെക്കുറിച്ച്, അതിന്റെ ക്രോഡീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ ഒരുപക്ഷെ ലോകത്ത് തന്നെ, ഇന്നലെ ഇവിടെ ഷമീംക്ക് സൂചിപ്പിച്ചു, ഒരു പ്രവാചകന്റെ അടക്കാനക്കങ്ങളും അല്ലെങ്കിൽ ഇത്രമേൽ സൂക്ഷ്മ തലത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എഴുതപ്പെട്ടത് ഒരുപക്ഷെ പ്രവാചകനെ കുറിച്ച് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഹദീസുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഹദീസുകൾ ഒരു അക്കാദമിക ലോകത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വൈജ്ഞാനിക ശാഖ എന്ന തലത്തിൽ മാത്രമല്ല എന്നും, വിശ്വാസി സമൂഹം അതിനെ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ, ആദരവിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഹദീസുകളെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. ഹദീസുകൾ പഠിക്കുക, അത് തലമുറകളിലേക്ക് കൈമാറുക, അത് സമാഹരണം ചെയ്യുക എന്നുള്ളത് ഒരു വൈജ്ഞാനിക പ്രവർത്തനം മാത്രമല്ല, അത് പ്രവാചകനോടുള്ള മഹബത്ത് സൂക്ഷിക്കാനുള്ള, അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ ഹദീസുകളെയും ഇത്രയേറെ സൂക്ഷ്മതയോടെ അവർ കൈകാര്യം ചെയ്തതെന്ന് കാണാം. ഹദീസുകൾ തേടിയുള്ള യാത്രയും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗവാക്കാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് പിൽക്കാലത്ത് 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഹദീസുകൾ, ഹിജ്റ 3-ാം നൂറ്റാണ്ടുകളിലാണ് ഹദീസ് സമാഹാരങ്ങൾ വരുന്നത്. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഉലമാക്കൾ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിൽ കാണിച്ച സൂക്ഷ്മതയും ആ ഒരു അർത്ഥത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹദീസുകളെ അവർ കേവലം പഠിക്കുക എന്നതിൽ നിന്ന് മാറി ഹദീസുകൾ പാരായണം ചെയ്യുന്നതിലൂടെ പ്രവാചകനെ അനുഭവിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, വിശേഷണങ്ങൾ മാത്രം പ്രതി മനസ്സിലാക്കിയിട്ടുള്ള, വിവരണങ്ങളിൽ കൂടി മാത്രം അറിഞ്ഞിട്ടുള്ള പ്രവാചകനെ അറിവനുഭവങ്ങളിലൂടെ അവരെന്താണ് പുനരാഖ്യാനം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഹദീസ് പഠനങ്ങളിലൂടെ, അതിനെ ക്രോഡീകരിക്കുന്നതിലൂടെ, അതിനെ സമാഹരിക്കുന്നതിലൂടെ അവർ നടത്തിയിരുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഹദീസ് പഠനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം അക്കാലഘട്ടത്തിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, പിന്നീട് കുറെ കാലങ്ങൾ ഇങ്ങോട്ട് പിന്നിടുമ്പോൾ ഹദീസിന്റെ ബുഖാരി, മുസ്ലിം തുടങ്ങി സിഹാഹു സിത്ത എന്നുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ തന്നെ ഉപജീവിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ പിറവിയെടുക്കുന്നുണ്ട്. അതിനു പുറമെ ആ ഗ്രന്ഥങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പുസ്തകങ്ങളും കിതാബുകളും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഹദീസുകളെ സംബന്ധിച്ച് വളരെ ദീർഘമായിട്ട് തന്നെ 2-ാമത്തെ അധ്യായത്തിൽ അൻമേരി ഷിമ്മൽ പറയുന്നുണ്ട്. അത് പ്രവാചകന്റെ ജീവിതത്തെ, അവിടുത്തെ ഏറ്റവും മനോഹരമായ മാതൃകയെ സൃഷ്ടിക്കുന്നതിൽ, വരച്ചു കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹദീസുകളാണ് എന്നുള്ളതാണ്. ആ ഹദീസുകളെ സംബന്ധിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഇസ്ലാമിക ലോകത്ത് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് കാണാം. അപ്പോഴും അക്കാദമിക ലോകത്ത് അത്തരം ചർച്ചകളെ, ലൈഫ് തുടങ്ങി സ്വഹീഹ്, അത്തരം ചർച്ചകളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹത്തെ അത്തരം ചർച്ചകളിൽ നിന്ന്
വഴിമാറിക്കൊണ്ടാണ് എന്താകുന്നത് മുസ്ലിം ലോകം സ്വീകരിച്ചിട്ടുള്ള ഒരു ആത്മീയമായ തലത്തിലാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇമാം ഗസാലിയെ പോലുള്ള ആളുകൾ പറയുന്നത് തന്നെ നബിതങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിലാണ് ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. സുറൂറുൽ ഹയാത്ത് ഫി ഇത്തിബാഇ സുന്ന എന്നുള്ളൊരു ആശയം പറയുന്നുണ്ട്. അപ്പോ പ്രവാചകൻ അത് വസ്ത്രം ധരിക്കുന്നതിലാവട്ടെ, ചെരുപ്പ് ധരിക്കുന്നതിലാവട്ടെ, അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും മൈന്യൂട്ടായ തലങ്ങളിൽ നിന്ന്, ഏറ്റവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ ആശയങ്ങളിൽ പോലും പ്രവാചകനെ എല്ലാ അടക്കാനക്കങ്ങളിലും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ആനന്ദാഭിലാഷമെന്ന് ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ ഇഹ്യാ ഉലൂമിൽ പറയുന്നുണ്ട്. അപ്പൊ ഹദീസുകളുടെ ഇമ്പോർട്ടൻസ് ഈ ജീവിതക്രമങ്ങളിൽ കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഹദീസുകളെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തലം, പ്രവാചകന്റെ ഹദീസുകളെ വിമർശകർക്ക് പോലും ഖണ്ഡിക്കാൻ കഴിയാത്ത ഒരു തലം എന്ന് പറയുന്നത് അത് കേവലം ആശയങ്ങളായി മാത്രം നിലനിന്നില്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ തന്നെ പ്രായോഗിക ജീവിതത്തെയാണ്, അതാണ് നബിതങ്ങളുടെ ഖൗല്, ഫിഅല്, തഖ്രീർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. ആ ഫിഅലും തഖ്രീറും കൂടി ചേരുമ്പോഴേക്ക് എന്താവുന്നുണ്ട്, അതിനെ പ്രായോഗിക തലത്തിൽ കൂടി പ്രവാചകൻ മാതൃകയായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ വലിയ ഉന്നതരായ വ്യക്തികൾ അവതരിപ്പിക്കുന്ന കേവല സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ വലിയ ആശയതലങ്ങളോ ആയി മാത്രം നിലകൊള്ളേണ്ട ഒരു സംഭവമായ ഹദീസ് മാറുമായിരുന്നു. അതുകൊണ്ടാണ് ഹദീസ് വിമർശകർക്ക് പോലും അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയാതെ പോയത് എന്ന് അൻമേരി ശിമ്മലി നിരീക്ഷിക്കുന്നുണ്ട്. പ്രവാചകൻ പ്രായോഗികമായി ജീവിതത്തിൽ അത് പകർത്തുകയും സ്വഹാബികൾക്ക് അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴും അതിന്റെ പ്രായോഗികതയ്ക്ക് എപ്പോഴും ഊന്നൽ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. പ്രായോഗികത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് ആയിട്ട് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലോകം അതിനെ സ്വീകരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹദീസ് വിമർശനങ്ങൾ പിൽക്കാലത്തുണ്ടായി വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള വിമർശനങ്ങൾ ഹദീസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്, പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഓറിയന്റലിസ്റ്റ് പാശ്ചാത്യ വിമർശനങ്ങളുടെയൊക്കെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുക എന്നൊരു തലത്തിലായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിന് ഹുസൈൻ നസ്റിനെ പോലെ ആളുകൾ എന്താവുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ. അതുപോലെ മറ്റൊരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന പോയിന്റ്, അഹ്ലെ ഹദീസുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലൊക്കെ രൂപം കൊണ്ടുവന്ന ഹദീസുകളെ മാത്രം സോഴ്സായി സ്വീകരിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഹദീസിനെ മാത്രം സ്വീകരിച്ചു എന്നുള്ള ഒരു തലം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ ആളുകൾ, അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് അനുയായികളായിട്ടുള്ള ആളുകളൊക്കെ ഹദീസിനെ രണ്ട് തലത്തിൽ കാണുന്നുണ്ട്. ഒന്ന്, പ്രായോഗിക വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഹദീസുകളെ അപ്പടി സ്വീകരിക്കുകയും എന്നാൽ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലുള്ള ഹദീസുകളെ എന്താക്കാതെ അതേപടി സ്വീകരിക്കാതെ അതിനെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ട് സ്വീകരിക്കണം എന്ന നിലപാട് എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ സർ സയ്യിദ് തന്നെ നബിതങ്ങളോടുള്ള മഹബത്തിനെ കുറിച്ച് പിന്നീട് എന്ന് പറയുന്നുണ്ട്, നബിതങ്ങൾ പറഞ്ഞ വാക്കിനെ ചാൺ ബൈ ചാണായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിലെന്തുണ്ട്, നമ്മൾ ഈ പറയുന്ന വിമർശനങ്ങളെക്കാളും പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാനുള്ള അവസരം സാധ്യമാവുക എന്നുള്ളത് അതിനേക്കാൾ മഹത്വമുള്ളതാണ് എന്നും പറയുന്നതായി കാണാൻ കഴിയും. ഇപ്പൊ ഹദീസ് വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമീപനങ്ങൾ മുസ്ലിം ലോകത്ത് പിൽക്കാലത്ത് എന്തായിട്ടുണ്ട്, രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ഹദീസുകളെ പറ്റി തന്നെ മംലൂക്കി ഭരണ കാലഘട്ടത്തിലൊക്കെ ബുഖാരി എന്നുള്ള ഹദീസ് കിതാബ്, ബുഖാരി ഇമാമിന്റെ ഹദീസ് പൂർണ്ണമായി പാരായണം ചെയ്ത് ഖത്മുൽ ബുഖാരി തീർക്കുന്ന ഒരു സിസ്റ്റം റമദാൻ മാസത്തിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ അറബിക് കോളേജിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റം കൂടിയാണിത്. ഖത്മുൽ ബുഖാരി സദസ്സുകൾ സംഘടിപ്പിക്കുക, ആ രീതിയൊക്കെ വളരെ കാലം മുമ്പ് തന്നെ തുടർന്നു പോന്നിരുന്ന ഒരു പൈതൃകത്തിന്റെ ഭാഗവാക്കാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രത്യേക സമയങ്ങളിൽ ഹദീസുകൾ ഇത്തരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് കാണാം. അങ്ങനെ പ്രായോഗിക ജീവിതത്തിലും ഹദീസുകളെ കൊണ്ടുവരുന്നു, അതേസമയം ആത്മീയമായിട്ടും ഹദീസുകളെ സമീപിക്കുന്ന ഒരു സിസ്റ്റം രണ്ടും എന്തായിട്ടുണ്ട്, കാലാകാലങ്ങളായി വികസിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ ഹദീസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് അർബഊന് പോലെയുള്ള ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. ചെറിയ ചെറിയ കിതാബുകളായിട്ട് ജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള അർബഊന് പോലെയുള്ള ഹദീസുകളെ കുറിച്ചും കൃത്യമായിട്ട് ഇതിൽ എന്താവുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഹദീസുകൾ പാരായണം ചെയ്യുന്നിടത്ത് വളരെയധികം സൂക്ഷ്മത പാലിച്ച് ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസ് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി കുളിച്ച് ശുദ്ധിയായി വുളു എടുത്ത് പുതിയ വസ്ത്രം അണിഞ്ഞ് നല്ല സുഗന്ധം പൂശി ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടിയായിരുന്നത് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. ഒരു ചരിത്രത്തിൽ കാണുന്നുണ്ട്,
ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് 16ഓളം തവണ അദ്ദേഹത്തെ എന്താകുന്നുണ്ട് തേള് കുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത്രമേൽ നിമഗ്നനായി ആ ഹദീസ് പാരായണത്തിൽ അദ്ദേഹം മുഴുകിയിരുന്നു എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം ഹദീസുകളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ പ്രവാചകനോടുള്ള മഹബത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവരെന്തായിരുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അക്കാദമിക ലോകത്തുള്ള വൈജ്ഞാനിക സംവേദന ചർച്ചകളിൽ നിന്നും മാറി അതിന് ആത്മീയ ലോകത്തുള്ള മഹബത്തിന്റെ അടയാളങ്ങളായി വഴികളായിട്ട് അവരെന്തായിരുന്നു അതിനെ കണ്ടിരുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലെ ഹദീസ് വിമർശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതിന്റെ ഉള്ളടക്കം, അതിന്റെ നൈതികത എന്നതിന് അപ്പുറത്തേക്ക് പ്രവാചകനിലേക്ക് വിമർശനങ്ങളെ തിരിച്ചുവിടുക എന്നുള്ളതിലായിരുന്നു ഊന്നൽ നൽകിയിരുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അതുപോലെ നിബിതങ്ങളെ അനുകരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ വിമർശകർ ഉന്നയിച്ച ഒരു സ്ഥാനമാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന്റെ തലത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത്. അതായത് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുകരിക്കുക ആണ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിന്റെ മാതൃകയായിട്ട് ക്രിസ്ത്യാനിസം പറയുന്നതെങ്കിൽ നബിതങ്ങളെ അനുകരിക്കുന്നത് എന്താണ്? നബിതങ്ങൾ കാണിച്ച പ്രവർത്തികളിലൂടെ നബിതങ്ങൾ മുന്നോട്ട് വെച്ച ജീവിത ശൈലികളിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ പീഡാനുഭവങ്ങളെ ആ ഒരു ആശയതലത്തിൽ മാത്രം ഒതുക്കി നിർത്തുമ്പോൾ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, രീതിശാസ്ത്രങ്ങൾ, മാതൃകകൾ എന്താണെന്ന് എല്ലാ ലോകത്തേക്കും എല്ലാ കാലത്തേക്കുമുള്ള മാതൃകയായി നിൽക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഈ പുസ്തകം 2ാമത്തെ അധ്യായത്തിൽ 3 തലങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ദലായിൽ ഷമായിൽ സാഹിത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പ്രവാചകന്റെ ശരീര സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ, ഹദീസിന്റെ ഇമാമിങ്ങളൊക്കെ മഹബത്തിന്റെ അടിസ്ഥാനപരമായിട്ട് 4 കാര്യങ്ങളെ എണ്ണുന്നതായിട്ട് കാണാൻ കഴിയും. ഒന്ന് ഖറാബത്താണ്, കുടുംബ ബന്ധങ്ങളാണ്. 2 ജമാലാണ്, സൗന്ദര്യമാണ്. 3 സൽസ്വഭാവം, കമാലുൽ അഖ്ലാഖ് എന്ന് പറയാം. 4ാമത്തത് ഇഹ്സാൻ, നന്മ, ഉപകാരം. ഈ 4 കാര്യങ്ങളാണ് ഒരാൾക്ക്, ഒരു വ്യക്തിയോട് മഹബത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായി പറയുന്നത്. ഈ തലങ്ങളെ ഈ പുസ്തകത്തിൽ അതേപടി ആ ഒരു തലത്തിലാണ് കൊണ്ടുപോകുന്നത്. അതിലാണ് ഷമായിൽ ദലായിൽ സാഹിത്യങ്ങളിലൂടെ പറഞ്ഞു വെച്ച് നബിതങ്ങളുടെ ശരീര സൗന്ദര്യത്തെയും ആത്മീയ സൗന്ദര്യത്തെയും പരാമർശിച്ചുകൊണ്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായി ഹദീസുകൾ ക്രോഡീകരിച്ചെങ്കിൽ ആ ഹദീസുകളെ പിന്നെ വിവിധ ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ദലായിൽ ഷമായിൽ സാഹിത്യങ്ങൾ വരുന്നത്. ദലായിൽ സാഹിത്യങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ നുബുവത്തിനെ സാക്ഷ്യപ്പെടുത്തുന്ന കൃതികളായിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ ഏറ്റവും പരമകാഷ്ഠ അല്ലെങ്കിൽ പരമോന്നതി പ്രാപിക്കുന്ന തലത്തിലേക്ക് എത്തുന്നതായിരുന്നു ദലായിൽ ഷമായിൽ സാഹിത്യങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകന്റെ വർണ്ണനകൾ, അതുപോലെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രവാചകന്റെ കണ്ണുകൾ, പുരികങ്ങൾ, മുടിയുടെ അഴകുകൾ എന്ന് തുടങ്ങി ഓരോ വശങ്ങളെയും വർണ്ണിക്കുന്ന, വിശേഷിപ്പിക്കുന്ന കൃതികൾ കൂടിയാണ് ഷമായിലുകളിലൂടെ പുറത്തു വന്നത് എന്ന് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ രംഗത്ത് ആദ്യ കാലഘട്ടത്തിൽ ചുവടുവെച്ച ആളുകളാണ് അബൂ നുഐം അൽ ഇസ്ഫഹാനിയും ബൈഹഖി ഇമാമിനെ പോലെയുള്ള ആളുകൾ. അതുപോലെ ഷമായിലിൽ ഏറ്റവും പ്രഖ്യാതമായ രചനയാണ് ഇമാം തുർമുദിയുടെ രചന എന്ന് നമുക്കറിയാം. ഷമാഇലു തുർമുദി എന്ന് പറയുന്ന ഇമാം തുർമുദിയുടെ രചന ഈ രംഗത്ത് ഏറ്റവും വളരെ പ്രശസ്തമായി നേടിയ ഒരു കൃതിയാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ ഖാദി ഇയാദിന്റെ അഷ്ഷിഫ എന്ന ഗ്രന്ഥം, ഈ ഷമായിലുകൾ പിൽക്കാലത്ത് ആ കൃതികളിൽ നിന്ന് മാറി അതിന് വളരെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു തലത്തിലേക്ക് പോയതാണ് ഖാദി ഇയാദിന്റെ കിതാബു ഷിഫയെ കുറിച്ച് പറയുന്നത്. പിന്നീട് പിൽക്കാലത്തുള്ള ആളുകൾ കിതാബു ഷിഫ വീട്ടിൽ സൂക്ഷിച്ചാൽ അതെന്താണ്, അവിടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും, രോഗങ്ങൾ മാറിപ്പോകും, തോണിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള തലങ്ങളിലേക്ക് ഇതിനെ വികസിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ആത്മീയമായിട്ട് അവരതിനെ ആ രീതിയിൽ കാണുന്ന ഒരു സമ്പ്രദായം ഇതുവഴി രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതുപോലെ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുനിയ, യൂസുഫ് നബ്ഹാനിയാണ് സത്യത്തിൽ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വം. ഷമായിലുമായി ബന്ധപ്പെട്ട് വളരെയധികം രചനകൾ, സമാഹാരങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് യൂസുഫ് നബ്ഹാനി എന്ന് കാണാൻ കഴിയും. ഇതാണ് ഷമായിൽ ദലായിൽ സാഹിത്യങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് പ്രവാചകന്റെ ശരീര സൗന്ദര്യത്തെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഹബത്തിന്റെ അടിസ്ഥാന അസ്ബാബുകളിൽ പ്രധാനമായി ഒന്ന് ജമാലിയത്ത് എന്നുള്ളതാണ്, സൗന്ദര്യം എന്നുള്ളതാണ്. ആ സൗന്ദര്യത്തെ ശാരീരിക സൗന്ദര്യമെന്നും ആത്മീയ സൗന്ദര്യം എന്നുള്ള 2 തലങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് പ്രവാചകന്റെ ഓരോ സാധനങ്ങളെ കുറിച്ചും ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളെ സംബന്ധിച്ചും അതിന്റെ മഹത്വങ്ങൾ എന്താവുന്നുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഈവൻ നബിതങ്ങളുടെ നഅലിനെ കുറിച്ച് മാത്രം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. നബിതങ്ങൾ ധരിച്ച നഅല് അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന തലത്തിൽ. അതുപോലെ പിന്നീട് അത് കവിതകളിലൂടെ കൂടുതൽ തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായി ഇത്തരം നബിതങ്ങളുടെ ഷമായിലുകൾ അല്ലെങ്കിൽ മഹത്വങ്ങൾ എഴുതി വെച്ച രചനകൾ നമ്മുടെ നാടുകളിലൊക്കെ, ഞാനിപ്പോ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു സാധനമാണ്, നമ്മുടെ വീടുകളിലൊക്കെ, മുസ്ലിം വീടുകളിലൊക്കെ പൊതുവെ ആയത്തുൽ കുർസിയോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഏതെങ്കിലും വചനങ്ങൾ ചില്ലിട്ട് സൂക്ഷിക്കുന്ന ഒരു ശീലം നമ്മുടെ മുസ്ലിം വീടുകളിലൊക്കെ കാണാൻ കഴിയും. അപ്പോ ഇവിടെ അതിന് ഒരു സംഭവം അവർ സൂചിപ്പിക്കുന്നുണ്ട്. നിബിധങ്ങളെ കാണാൻ കഴിയാത്ത ആളുകൾ, നിബിധങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, എന്നെ കാണാൻ കഴിയാത്ത ആളുകൾക്ക് എന്റെ മരണശേഷം എന്റെ ഹില്യ അവർക്ക് എന്താക്കുകയും ദർശിക്കാൻ കഴിയും. എന്റെ ഹില്യ കണ്ടവരെന്താണ്, അവരെന്നെ കണ്ടവരെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ഹില്യ എന്ന് പറയുന്നത് നബിതങ്ങളെ പറ്റിയുള്ള വചനങ്ങൾ എഴുതപ്പെട്ട കിതാബുകൾ, എഴുത്തുകൾ അല്ലെങ്കിൽ അതിന്റെ കുറിപ്പുകൾ എന്നൊക്കെ പറയാം. അതിനെ പിന്നീട് കാലിഗ്രഫിയിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് റഹ്മത്തുൽ ആലമീൻ പോലെയുള്ള ഖുർആൻ നിബിധങ്ങളെ വിശേഷിപ്പിച്ച വാചകങ്ങൾ ചേർത്തെന്താവുന്നു, അവരതിനെ മനോഹരമായ കാലിഗ്രഫിയിലേക്ക് മാറ്റുന്നുണ്ട്. അതിനവർ വീടുകളിൽ സൂക്ഷിക്കാൻ തുടങ്ങി, സ്വന്തമായി പിന്നെ സ്വകാര്യ ഇടങ്ങളിൽ സൂക്ഷിക്കാൻ തുടങ്ങി. ഈവൻ ദഫൻ ചെയ്യുന്ന സമയത്ത്, ഖബറിൽ വെക്കുന്ന സമയത്ത് പോലും ഇത്തരം ഹില്യകൾ വെക്കുന്ന ശീലം രൂപപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓട്ടോമൻ ഖിലാഫത്തിന്റെ, ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് തുർക്കിയിലാണ് ഇത് വ്യാപകമായി ചെയ്തു കണ്ടിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകനോടുള്ള ആ മഹബത്ത് അവർ പ്രകടിപ്പിക്കുന്ന രീതികൾ ഇങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ വികസിപ്പിച്ചു വന്നിരുന്നു എന്ന് കാണാൻ കഴിയും. അത് പല രീതിയിൽ അവരെന്താകുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ച പ്രവാചകന്റെ നഅല്, അതുപോലെ പ്രവാചകൻ ധരിച്ച വസ്ത്രങ്ങളെ സംബന്ധിച്ച് ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയത്ത് അവിടുത്തെ താടി രോമത്തിൽ പിന്നെ 16 17 എന്താണ് വെളുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി പോലും ചർച്ചകൾ കാലത്ത് നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകന്റെ ഓരോ സംഗതികളെയും സൂക്ഷ്മ തലത്തിൽ അവരെന്തായിട്ടുണ്ട്, കൊണ്ടു നടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അൽ മഖരിയെ പോലുള്ള ആളുകൾ പ്രവാചകന്റെ മെതിയടിയെ പറ്റി തന്നെ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം പറയുന്നത് പ്രവാചകന്റെ ആത്മീയ സൗന്ദര്യത്തെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനായി നമുക്കിടയിൽ, സ്വഹാബികൾക്കിടയിൽ വ്യവഹരിച്ചപ്പോഴും പ്രവാചകനെ അള്ളാഹു അൽ മുസ്തഫയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാക്കി മാറ്റുന്നുണ്ട്. തന്റെ സന്ദേശങ്ങൾ കൈമാറാനുള്ള, വഹി അറിയിക്കാനുള്ള വ്യക്തിത്വമായി മാറ്റുന്നുണ്ട്. അതിലൂടെ പ്രവാചകൻ സകല ലോകത്തേക്കുമുള്ള സന്ദേശങ്ങൾ കൂടി കൈമാറാനുള്ള ഒരു ദിവ്യനായി, ഒരു പ്രവാചകനായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മീയമായി പ്രവാചകൻ മനുഷ്യ ജീവിതത്തിന്റെ സകല തലങ്ങളെയും അതിലൂടെ തൊടുന്നു. അമ്മരിശിമ്മൽ പറയുന്നുണ്ട്, കുട്ടികളോടാവട്ടെ, മൃഗങ്ങളോടാവട്ടെ, ഭാര്യമാരോടാവട്ടെ, ഇനി മാതാപിതാക്കളോട്, സ്ത്രീകളോട് പൊതുവെ ആവട്ടെ, ഏത് രീതിയിൽ ഇടപെടണമെന്ന്, സാധാരണക്കാരനോട്, സമ്പന്നനോട്, പട്ടിണി കിടക്കുന്ന ആളുകളോട് ഏത് രീതിയിൽ ഇടപെടണമെന്നുള്ള ഒരു ആശയങ്ങൾ അത് പ്രവാചകൻ കൊടുക്കുന്നത് ആത്മീയ തലത്തിൽ നിന്ന് കൂടിയാണെന്ന് കാണാം. ഒരു സ്ഥലത്ത് കാണാം, ഒരാൾ വന്നിട്ട് നബിതങ്ങളോട് പറയുന്നുണ്ട്, നബിയെ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ തിരിച്ചു പറയുന്ന ഒരു മറുപടി, എന്നാൽ നീ എന്തായിക്കോ, ദരിദ്രനാവാൻ വേണ്ടി തയ്യാറായിക്കോ എന്ന് പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ഫഖറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താവുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രാ മിഅ്റാജിന്റെ കഥ പറയുന്നിടത്ത് ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം നബിതങ്ങൾക്ക് വലിയ വിശപ്പനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് ജൂതനോട് കടം വാങ്ങിയിട്ട് എന്തായി, ഭക്ഷണം വാങ്ങി കഴിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോ നബിതങ്ങളെന്നാണ് ആത്മീയമായ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ സാധാ മനുഷ്യർക്കുള്ള അനുഭവങ്ങളിൽ കൂടി അവിടെ കണ്ടുമുട്ടുന്ന ഒരു തലം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫഖറിനെ കുറിച്ച് പറയുന്ന ഒരു സിദ്ധാന്തം പിന്നീട് സൂഫികളായ ആളുകൾ ഫഖർ മുഹമ്മദ് ഫഖരി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വ്യാപിപ്പിച്ചതിനെ കുറിച്ച് കൂടി അൻമേരിഷിമിൽ പറയുന്നുണ്ട്. നിബിധങ്ങളുടെ ഫഖർ അതെന്റെ ഫഖറാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സമൃദ്ധിയല്ല, ജീവിതത്തിലെ പട്ടിണിയും ആളുകളെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനുമുള്ള ഉപാധിയായി കാണുന്ന സൂഫിസ്റ്റിക് ജീവിതത്തെ കുറിച്ച് കൂടി അവരെന്താകുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിബിധങ്ങളുടെ ജീവിത ശൈലികളിൽ സമ്പന്നനായ ആളുകൾ ജീവിക്കുന്നത് പോലെ ഉമർ റളിയല്ലാഹു ഒരിക്കൽ പരിഭവം പറയുന്നുണ്ട്. അന്നത്തെ കിസ്ര കൈസറ രാജാക്കന്മാരൊക്കെ സുഖശീതളിമയുടെ മടിത്തട്ടിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ പ്രവാചകൻ എന്താണ് ഇവിടെ പട്ടിണിയുമായി പരിവട്ടവുമായി ജീവിക്കുന്ന അവസ്ഥ വരുന്നത് എന്നെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു പരിഭവപ്പെടുന്നുണ്ട്.
അപ്പൊ നബിതങ്ങൾ പറയുന്നുണ്ട്, അവർക്ക് ദുന്യാവല്ലുള്ളൂ, നമുക്ക് ആഖിറം കൂടി ഉണ്ടല്ലോ എന്ന് പ്രത്യുത്തരമായി മറുപടി നൽകുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ നബിതങ്ങൾ എന്താണ് ഇത്രയും വലിയ ഒരു സ്ഥാനം അനുകരിക്കുമ്പോഴും അലങ്കരിക്കുമ്പോഴും താൻ അള്ളാഹുവിന്റെ വിനീത വിധേയനായ ദാസനാണ് എന്ന് പ്രത്യുത്തരമായി എന്താകുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നിൽക്കുമ്പോഴും സാധാ മനുഷ്യർക്കിടയിൽ ജീവിച്ച് അവർക്ക് എല്ലാ തലത്തിലുള്ള മാതൃകകൾ പ്രവാചകൻ എന്തായിട്ടുണ്ട്, സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ അൻവരി ശിമ്മൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിബിധങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നതിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന യുക്തിസഹമായ മറുപടിക്ക് അന്വേഷിച്ച് പോകുന്നതിനെ കുറിച്ച് അൻവരി ശിമ്മൽ സൂചിപ്പിക്കുന്നുണ്ട്. അവരെ പറയുന്നുണ്ട്, നിബിധങ്ങളുടെ വിവാഹത്തെ സത്യസന്ധമായി സമീപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള ജീവിതമാണ് നിബിധങ്ങൾക്ക് കൂടുതൽ കാലം ഉണ്ടായത്. പിന്നീടുള്ള ആളുകളെയൊക്കെ വിവാഹം ചെയ്യുന്നത് ഒരു ഘട്ടത്തിന് ശേഷമാണ്. അവരിൽ പലരും ഷഹീദായി പോയ തന്റെ അനുയായികളുടെ ഇണകളാണ്, അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ എന്താണ്, തന്റെ വ്യക്തി ജീവിതത്തിനിടയിൽ ഭാര്യമാരുമായുള്ള സമ്പർക്കത്തിനിടയിൽ രൂപപ്പെട്ട വൈജ്ഞാനിക തലങ്ങൾ കൈമാറാനുള്ള ഉപാധിയായിട്ട് കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. തുഹ്ഫയിലൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ നിബിധങ്ങൾ കൂടുതൽ വിവാഹം കഴിച്ചതിന്റെ ഒരു തലം അത്രയും വലിയ വിജ്ഞാനങ്ങൾ താങ്ങാൻ ഒരു പത്നിക്ക് മാത്രം കഴിയില്ല എന്നുള്ള ഒരു തലം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു വിശദീകരണം അൻവരി ശിമ്മല് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്, ആശയമുള്ള ആളുകൾ ഹദീസ് റിവായത്ത് ചെയ്തത് നബിതങ്ങൾ എന്നാകുന്നുണ്ട് സ്ത്രീകളെ കൂടി ആ തലത്തിൽ പരിഗണിച്ചതിന്റെ ഒരു പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അങ്ങനെ നബിതങ്ങളെ നമ്മൾ പതിവ് അറബ് സീറകളിൽ നിന്ന് വ്യത്യസ്തമായി നബിതങ്ങളെ പിന്തുടരപ്പെടാൻ, ഉസ്വത്തുൻ ഹസനയായി വായിക്കപ്പെടാൻ ഏത് രീതിയിൽ നിന്ന് ഏത് തലത്തിൽ നിന്ന് വായിക്കാം എന്നതിനെ മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് അൻവരി ശിമ്മല് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. മനോഹരമായ പരിഭാഷ ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു അധ്യായം കൂടിയാണ് ഇത് എന്ന് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രാദേശിക മുസ്ലിം ജീവിതത്തിനിടയിൽ സുന്നികൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന പ്രവാചക സ്നേഹത്തിലെ പല മാതൃകകളും അത് ചരിത്രപരമായി രൂപപ്പെട്ടു വന്നതാണെന്നും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്ന രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ അതിന്റെ വസ്തുക്കളെ ബഹുമാനിക്കുന്ന ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ നബിതങ്ങളുടെ പല വസ്തുക്കള്, അതായത് ബുർദ, നബിതങ്ങളുടെ പുതപ്പ്, നബിതങ്ങളുടെ മുടി, ഷാർ മുബാറക്, അതിനെ ആദരിക്കുന്ന ശീലങ്ങള്, നബിതങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പാദമൂന്നിയ ഒരു കല്ലിനെ കുറിച്ച്, പാറക്കഷ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പിൽക്കാലത്തുള്ള ആളുകൾ ആ പാറക്കഷ്ണത്തെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ടോംബായി മാറ്റുകയും അതിനാളുകൾ പിന്നീട് അതിൽ നിന്ന് പാറക്കഷ്ണം പൊട്ടിച്ചു കൊണ്ടുപോയി വിവിധ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയ കഥകൾ പറയുന്നുണ്ട്. അക്ബറിന്റെ ചരിത്രത്തിൽ പോലും അക്ബർ തന്റെ ശിഷ്യനായ അല്ലെങ്കിൽ തന്റെ അനുയായ ഒരു സൂഫി അവിടെ പോയി അത് കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുന്ന ഒരു ചരിത്രം കാണാം. അതുപോലെ തന്നെ മുഗൾ രാജാക്കന്മാരിൽ ചിലർ എന്തായിട്ടുണ്ട്, തങ്ങളുടെ ഒരു മകൻ മരണപ്പെട്ടപ്പോ ഈ പാറക്കഷ്ണത്തിന്റെ ഒരു ഭാഗം ആ ഖബറിൽ വെച്ചതായും അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നബിതങ്ങളുമായി ബന്ധപ്പെട്ടതിനെ അവരെന്തായിരുന്നു, മഹബത്തിന്റെ തലത്തിൽ, ചിലപ്പോൾ നമ്മുടെ യുക്തിക്കോ അല്ലെങ്കിൽ അക്കാദമിക തലത്തിൽ നമ്മൾ വായിക്കുന്ന അത്തരം വ്യാഖ്യാനങ്ങൾക്കോ വിധേയമാകാത്ത രൂപത്തിലുള്ള പ്രവാചക സ്നേഹം അവരെന്തായിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളായിട്ട് ഇതൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് മൊത്തത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നബി എന്ന മനോഹര മാതൃക എന്ന കൃതിയിൽ സൂചിപ്പിക്കുന്നത്. മലയാളത്തിൽ വ്യത്യസ്തമായ പ്രവാചക കൃതികൾ വായിച്ചു പോയവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുസ്തകത്തെ സവിശേഷമായി നിലനിർത്തുന്നത് ഇന്നലെ ഷമീം കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുസ്തകം വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒഴുക്കോടെ വായിച്ചു പോവാം എന്നുള്ളതാണ്. പറ്റുന്നവരൊക്കെ സ്വന്തമാക്കി ഈ റബീഉൽ അവ്വൽ വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ ഓർമ്മകളെ കൂടുതൽ ധന്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വായനയിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ്.